ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. ലക്കിടി റെയിൽവേ മേൽപ്പാലം അതിവേഗം യാഥാർത്ഥ്യമായില്ലെങ്കിൽ യാത്രക്കാരും പ്രദേശവാസികളും ബുദ്ധിമുട്ടിലാവുമെന്ന് ഓർമ്മിപ്പിച്ച് DCC ജനറൽ സെക്രട്ടറി ശ്രീവത്സൻ. ലക്കിടി റെയിൽവേ മേൽപ്പാലം അതിവേഗം യാഥാർത്ഥ്യമായില്ലെങ്കിൽ യാത്രക്കാരും പ്രദേശവാസികളും ഏറെ ബുദ്ധിമുട്ടിലാവുമെന്ന് ഓർമ്മിപ്പിച്ച് DCC ജനറൽ സെക്രട്ടറിയും പ്രദേശവാസിയുമായ ശ്രീവത്സൻ. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണ് ഇതെന്നും കാലങ്ങളായി യാത്രക്കാരുടെയും പ്രദേശവാസികളുടെയും ആവശ്യമാണ് ഒരു മേൽപ്പാലമെന്നും അതിനായി വിവിധ കേന്ദ്രങ്ങളിൽ പലതവണ ബന്ധപ്പെട്ടിട്ടും ഇതുവരെയും ഒരു കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു പ്രധാനപ്പെട്ട റെയിൽവേ ഗേറ്റാണ് ലക്കിടിയിലുള്ളത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ലക്കിടിയിലെയും പാമ്പാടിയിലെയും ആളുകളും രണ്ട് ജില്ലകളെയും ജനപ്രതിനിധികളുമൊക്കെ തന്നെ ഇവിടെ ഒരു മേൽപ്പാലത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചും അത് നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ വിവിധ കേന്ദ്രങ്ങളിൽ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ വർഷങ്ങൾ എത്രയായിട്ടും ഈ കാര്യത്തിൽ ഒരു കൃത്യമായ നടപടിയോ ഒരു പരിഹാരമോ ലഭിച്ചിട്ടില്ല എന്നത് വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. ഒരു ദിവസം ധാരാളം ട്രെയിനുകൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതിനായി റെയിൽവേ ക്രോസ് അടച്ചിടുമ്പോൾ ഇരുഭാഗങ്ങളിലായി ആംബുലൻസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് നിർത്തിയിടേണ്ട അവസ്ഥ ഉണ്ടാവുന്നതെന്നും റെയിൽവേ ഗേറ്റ് തുറക്കുന്ന സമയത്ത് വാഹനങ്ങൾ അമിത വേഗത്തിൽ കടന്നു പോകുന്നത് അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്ന സാഹചര്യവും നിലവിൽ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ റെയിൽവേ ലൈനിൽ ഒരു ദിവസം ധാരാളം തീവണ്ടികൾ ഓടുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്തൊക്കെ റെയിൽവേ ഗേറ്റ് അടച്ചിടുകയും നൂറുകണക്കിന് വാഹനങ്ങൾ ഇരുഭാഗങ്ങളിലുമായി നിർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാത്രവുമല്ല, ഈ റെയിൽവേ ഗേറ്റ് തുറക്കുന്ന സമയത്ത് വാഹനങ്ങൾ അമിത വേഗതയിൽ കടന്നു പോകുന്നത് അപകട സാധ്യതയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ജില്ലയിലെ 2 MP-മാരുടെയും MLA-മാരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അടിയന്തരമായി കേന്ദ്ര സംസ്ഥാന സർക്കാർ ഇടപെട്ട് മേൽപ്പാലം അതിവേഗം യാഥാർത്ഥ്യമാക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം എന്നും ശ്രീവത്സൻ അഭിപ്രായപ്പെട്ടു. അടിയന്തരമായി മേൽപ്പാല നിർമ്മാണം നടപ്പിലായാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ബന്ധപ്പെട്ട 2 MP-മാരോടും പാലക്കാട് പാർലമെൻറ്റ് നിയോജകമണ്ഡലം പ്രതിനിധിയായ ശ്രീ VK ശ്രീകണ്ഠനോടും അതുപോലെ തന്നെ ചേലക്കര ശ്രീ രാധാകൃഷ്ണനോടുമൊക്കെ ആലത്തൂർ നിയോജകമണ്ഡലം പ്രതിനിധിയായ ശ്രീ രാധാകൃഷ്ണനോടുമൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. MLA-മാരുടെ ശ്രദ്ധയിലും ഇത് പെടുത്തിയിട്ടുണ്ട്. അടിയന്തരമായി ഇക്കാര്യത്തിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് മേൽപ്പാല നിർമ്മാണം നടത്തി തരണമെന്നുള്ളതാണ് ഈ തദ്ദേശീയർക്ക് ആഗ്രഹിക്കാനുള്ളതും ആവശ്യപ്പെടാൻ.